ഓക്കെ, ചിന്താ സെഷനിൽ ഒരു എന്നത്തെയും പോലെ ഒരു ശബ്ദം കേട്ടുകൊണ്ട് നമ്മളതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അപകടകരമായ കാലഘട്ടമാണ്. എൻ്റെ മകന് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പുണ്ടായ സംഭവം. എൻ്റെ മകന് സിനിമയിൽ ഒരു വലിയ നടൻ്റെ മകനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എൻ്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയം മയക്കുമരുന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കച്ചവടം നടത്തുന്നില്ല, അവന് വിട്ടു നേരിച്ച് കുഴപ്പമില്ല. പക്ഷേ ഈ 17-18 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ വഴിതെറ്റുന്നത്. അതുകൊണ്ട് ആ ഒരു മകനാണ് എനിക്കുള്ളത്. നിങ്ങൾ ഹൗസ്ഫുൾ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ? കണ്ടോ? 4 കുട്ടികളാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ചോദിച്ചു, മോന് 4 കുട്ടികളാണ് പറഞ്ഞു. സിസ്റ്ററാണ്. ഞാൻ പറഞ്ഞു, സിസ്റ്റർ അത് അഭിനയമാണ്. അഭിനയം അങ്ങനെയാണെങ്കിൽ ഒറിജിനലായിട്ട് എന്തായിരിക്കും ചോദിച്ചു. യുവത്വത്തെ നശിപ്പിക്കുന്ന നമ്മുടെ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് നമ്മൾ ആണ് മുൻകൈ എടുത്ത് നിൽക്കേണ്ടത്. നിങ്ങൾ യുവാക്കളാണ് അതിന് മുന്നിൽ നിൽക്കേണ്ടത്. കല നമ്മുടെ ലഹരിയായി മാറട്ടെ. ഈ അടുത്തൊരു സിനിമാ താരനോടൊപ്പം അഭിനയിച്ചപ്പോൾ അദ്ദേഹം ലഹരിക്ക് അടിമയാണ്. അദ്ദേഹത്തിന്റെ പല്ല് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പല യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ലൈറ്റ് പോലെയാണ്. അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. പക്ഷേ അതിൻ്റെ ആ ഫിലമെന്റ് അടിച്ചു പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. അപ്പോൾ എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്. ഞാൻ എൻ്റെ ചുറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടിട്ട് ഞാൻ പല്ല് പൊടിഞ്ഞു, ഇനി എല്ല് പൊടിഞ്ഞു തുടങ്ങുമെന്ന് പറയുന്നത് 3-4 വർഷം കൊണ്ട് ഇടിച്ചു നിൽക്കും. അപ്പോൾ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. തീർച്ചയായും ഒരു സിനിമാ നടൻ്റെ തുറന്നു പറച്ചിലാണ്. ഇപ്പോൾ TV തുറന്നു നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ സംസ്കാരവും രീതിയുമൊക്കെ നിർമ്മിക്കുന്നവരുടെ യഥാർത്ഥ സ്വഭാവവും രീതിയും അവരുടെ പിന്നാമ്പുറ രഹസ്യങ്ങളുമാണ് തുറക്കുന്ന വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞൊഴുകുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികൾ ചിലരുടെ എന്താ പറയുക, ചിലരെ പോലെ മുടി വെട്ടുന്നു, ചിലരെ പോലെ സംസാരിക്കുന്നു, ചിലരെ പോലെ താടി വെക്കുന്നു, ചിലരെ പോലെ വസ്ത്രം ധരിക്കുന്നു. അവരുടെയൊക്കെ അവസ്ഥയാണിത്. കൂട്ടത്തിലുള്ള ഒരാൾ വിളിച്ചു പറയണേ ലഹരി ഉപയോഗിച്ച് കയ്യിൽ നിന്ന് പോയിട്ട് പല്ല് പൊടിഞ്ഞു പോരല തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. മാരകമായ ലഹരിക്കടിമകളായ ഇത്തരം ആളുകളെ ആണ് പലപ്പോഴും നമ്മളൊരു ഐഡിയൽ പേഴ്സൺസായി, മാതൃകാ പുരുഷന്മാരായി കണ്ടുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ ജീവിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അവരെ ഒന്ന് തൊടാൻ, അവരെ ഒന്ന് കാണാൻ, അവരൊരു സ്ഥലത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓടിക്കൂടാണ് ഒന്നിച്ച്. ജനസാഗരാണ്. റോഡ് ബ്ലോക്ക് ആവുകയാണ്. ഇപ്പോൾ കുട്ടികളുടെ അടുത്തും ഇതേപോലത്തെ വ്യക്തികളെ പൂജിച്ച് നടക്കുന്നവരുടെ അടുത്തൊക്കെ നമുക്ക് പറയാനുള്ളത്, ഒരു വ്യക്തിക്ക് നമ്മൾ മാർക്കിടുന്നത് അയാളുടെ വ്യക്തിത്വത്തിൽ നിന്നാണ്. അയാൾ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളിൽ നിന്നാണ് അയാളെ പലപ്പോഴും നമ്മൾ അളക്കുന്നത്. ആ അഭിനയിക്കുന്ന കഥാപാത്രത്തിൽ അയാൾ ചിലപ്പോൾ ലഹരി പിടിക്കുന്ന ഒരു ഭയങ്കര ഓഫീസറായിരിക്കും. ആ ഓഫീസർ ഈ പണിയെടുക്കുന്നത് ലഹരി അടിച്ചിട്ടായിരിക്കും. ലഹരിക്കെതിരെ ഭയങ്കര സംഭവമായിട്ട് പറയുന്ന ആളായിരിക്കും. ലഹരി ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുന്ന ആളായിരിക്കും. പക്ഷേ നേരെ തിരിച്ച് കാര്യങ്ങൾ വളരെ അപകടകരമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ പറയലുണ്ട്, ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ഒരാളെക്കുറിച്ച് അയാൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ നമ്മൾ അയാളെ നന്നായിട്ട് കളിയാക്കി, ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കില്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ല, അയാൾക്ക് ഡോക്ടർ കൊടുത്തൊരു മെനു ഉണ്ട്, മീൻസ് നിർദ്ദേശിച്ചൊരു ഡയറ്റ് ഉണ്ട്. ആ ഡയറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരണതാണ് എന്ന് പറഞ്ഞ് ഉദാഹരണം ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞതല്ല. എന്ന് പറയണ പോലെ സിനിമാ ഫീൽഡിലുള്ള ഒരാൾക്ക് അറിയാം, വിവാഹിതനാകുന്നതോടുകൂടെ ഒരു ഫിലിം സ്റ്റാർ അയാളുടെ ഭാര്യയെ അഭിനയിപ്പിക്കേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. ഇവിടെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. എന്താണ് കാരണം എന്നത് വളരെ ക്ലിയറാണ്. എന്ന് പറഞ്ഞ പോലെ മക്കളെ സിനിമയിലേക്ക് വിടണ്ടെന്ന് അമ്മമാർ, സിനിമാ നടന്മാരുടെ ഭാര്യമാർ തീരുമാനിക്കുന്നത് മക്കൾ അങ്ങോട്ട് പോയാൽ എന്താണ് അവർക്ക് സംഭവിക്കുക എന്നുള്ളത് കൃത്യം അറിയണത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അഭിനയങ്ങൾ, പലരുടെയും അഭിനയങ്ങൾ അവരുടെ ഒരു എന്താ പറയുക, കലാപരമായ കഴിവ് പോലും അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാണത്. ഇതൊരു കലയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കലയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതിൻ്റെ പേരിൽ ആർക്ക് എന്ത് വിവാദം ഉണ്ടാക്കേണ്ടി വന്നാലും, എൻ്റെ ഈ വാചകത്തെ ആരെങ്ങനെ ട്രോൾ ചെയ്യാലും, ഇതെന്ത് നിർമ്മാണാത്മകമായ കാര്യമാണ് ഇവിടെ നിർവഹിക്കുന്നത്. സിനിമ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എത്രയാണോ അതിലേറെ ദുരന്തപൂർണമായ നഷ്ടങ്ങൾ സിനിമ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ സിനിമൻ്റെ കണ്ടന്റ് ആ അർത്ഥത്തിൽ മാറണം. സിനിമൻ്റെ കണ്ടന്റ് മാറിയാൽ സിനിമയോടുള്ള നമ്മുടെ സമീപനം മാറുന്നൊന്നും പറഞ്ഞതിന് അർത്ഥമല്ല. പക്ഷേ വളരെ ഗുരുതരമായ സാഹചര്യങ്ങളിവിടെ ഉണ്ട്. ഇപ്പം മദ്യം കൊണ്ട് ചില ഗുണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ഗുണം എന്താണ്? ഇവിടുത്തെ ബജറ്റ് മൂവ് ചെയ്യും, ഇവിടുത്തെ ബജറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിലേറെ വലിയ നഷ്ടങ്ങൾ ആ ബജറ്റിന് ഉണ്ടാക്കുന്നതും മദ്യം തന്നെയാണ്, അല്ലെങ്കിൽ ലഹരി തന്നെയാണ്. അതുകൊണ്ടുണ്ടാക്കുന്ന ദുരന്തങ്ങൾ, അതുകൊണ്ടുണ്ടാക്കുന്ന രോഗങ്ങൾ, അതുകൊണ്ടുണ്ടാക്കുന്ന മെഡിക്കൽ കാഷ്വാലിറ്റീസ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് വ്യക്തിഗതമായി വളരെ ശക്തമായി തീരുമാനിക്കാൻ ഓരോ വ്യക്തിക്കും കഴിയണം. സിനിമാ ഫീൽഡ് ലഹരി കൊണ്ടും
ഒരുപാട് വൃത്തികെട്ട സംഗതികൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ ഫോട്ടോ വീട്ടിൽ വെച്ചും അവരുടെ ഫോട്ടോ പേഴ്സിൽ വെച്ചും അവരുടെ ഫോട്ടോ സ്ക്രീൻ വാൾപേപ്പർ വെച്ചും ഒക്കെ നടക്കുന്ന ആളുകൾ. അവർ ശരിക്കും ആലോചിക്കുക, ഉള്ളിൽ ഇവർക്ക് വേറൊരു വ്യക്തിത്വമാണ്. അത്രയും ദുരന്തങ്ങൾ നിറഞ്ഞ വ്യക്തിത്വങ്ങളെ നമ്മുടെ ഭയങ്കര ആരാധനാപാത്രങ്ങളാക്കി നമ്മൾ വിഡ്ഢികളാകരുത് എന്ന് ഇന്നത്തെ ചിന്ത എല്ലാവരോടും ഈ ഒരു ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ശരിക്കും ഒരാളെ മാതൃകയാക്കേണ്ടത് അദ്ദേഹം പറയുന്ന മാസ് ഡയലോഗും അദ്ദേഹം സ്ക്രീനിൽ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നതല്ലല്ലോ. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു മേഖലയിൽ ഒരു റോൾ മോഡലാക്കുന്ന സ്ഥലത്ത് അത് നഷ്ടപ്പെടുന്ന രൂപമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോന്നിയതെന്തും ചെയ്യുന്ന ഒരാളെ എൻ്റെ റോൾ മോഡലാണ് എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം മാറിയിരിക്കുകയാണ്. തീർച്ചയായും മുസ്തഫ പറഞ്ഞ പോലെ പലപ്പോഴും ഈ അഭിനയിക്കുന്ന വ്യക്തിക്ക് ഇതിലെ പഞ്ച് ഡയലോഗുകളുടെ ഒരു എന്താ പറയുക ഒരു ക്രെഡിറ്റ് പോലും ഇല്ല. വേറൊരാൾ എഴുതി കൊടുക്കുന്ന ഡയലോഗുകൾ ആവർത്തിച്ച് മനഃപ്പാടമാക്കി അത് ഹൈ മെഗാ പിക്സൽ കപ്പാസിറ്റി ഉള്ള ക്യാമറകൾ കൊണ്ട് പകർത്തിയെടുത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ BGMകൾ ചേർത്ത് ഒരുപാട് തവണ കട്ട് പറഞ്ഞത് പിന്നീട് എഡിറ്റ് ചെയ്ത് നല്ല എഡിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരാളുടെ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് എന്ത് ഈ പഞ്ച് ഡയലോഗ് എന്നൊക്കെ പറയുന്നത്. അയാൾക്ക് റോളും ഇല്ല, അയാൾക്ക് അയാളുടെ ആ ഒരു അവിടെ പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ ആ പ്രസൻസിനെ നമ്മൾ നിഷേധിക്കണില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് ആ പ്രസൻസ് പോലും MDMA കൊടുക്കണ ഉശിരും ഉന്മേഷമാണ്. അപ്പം അങ്ങനത്തെ ആളുകളെ അല്ല നമ്മൾ നമ്മുടെ എന്താ പറയുക പിന്നെ മാതൃകാ പുരുഷന്മാരും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളും ഇഷ്ടപ്പെടുന്ന ആളുകളുമായി സ്വീകരിക്കേണ്ടത്.